കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിയമസഭയിൽ എത്രയോ ഘട്ടങ്ങളിൽ വി എസ് അച്യുതാനന്ദനും താങ്കളും തമ്മിലുള്ള പരസ്പര സംഭാഷണങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ട്. പൊതുജീവിതത്തിൽ അല്ലാതെയും ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിന് 101-ാം വയസ്സിൽ പൂർണ്ണത വരുന്ന ഈ നിമിഷങ്ങളിൽ എങ്ങനെയാണ് താങ്കൾ ഈ നിമിഷങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്? ഒരു ശുദ്ധനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുള്ളത്. പച്ചയായ ഒരു മനുഷ്യൻ, പ്രശ്നങ്ങളുടെ പോസിറ്റീവായി പ്രതികരിക്കുന്ന വ്യക്തി, അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളയാള്, മനഃശുദ്ധിയുള്ള ഒരാള്. അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ എഴുതിയിട്ടുള്ള ഒരു ഭാഗം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരികയാണ്. കുട്ടനാട് കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നൊടുക്കുന്ന വസ്ത്രം പിറ്റേ ദിവസം ഉപയോഗിക്കത്തക്ക വിധത്തിൽ കഴുകി അവിടെ ഓലയിൽ വിരിച്ച് പോയിട്ടുള്ള കഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്ര ത്യാഗം അനുഭവിച്ചിട്ടുള്ള തനി കമ്മ്യൂണിസ്റ്റാണ് ശ്രീ അച്യുതാനന്ദൻ. അദ്ദേഹം ആളുകൾക്ക് ഒരു പൂർണ്ണമായി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഞാനതിൻ്റെ കഥകളൊന്നും ഇപ്പോൾ ഓർമ്മിപ്പിക്കേണ്ടതില്ല. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ 2004 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വാട്ടർ റിസോഴ്സ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് മുല്ലപ്പെരിയാർ സംബന്ധിച്ച് അതിശക്തമായ പ്രക്ഷോഭവും അതുമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും കേരള ജനസമൂഹം നേരിട്ടറിഞ്ഞത്. നല്ല മഴക്കാലം. അദ്ദേഹം നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, മുല്ലപ്പെരിയാറിൽ ഗവൺമെന്റ് എടുത്ത നടപടികളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ സംശയങ്ങളുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു, സംശയ നിവാരണത്തിന് വേണ്ടി ഞാനും അങ്ങയോടൊപ്പം വരാം. അങ്ങ് സമയം പറഞ്ഞാൽ മതി, നമുക്കൊരുമിച്ച് മുല്ലപ്പെരിയാറിൽ പോകാം എന്ന് പറഞ്ഞു. അദ്ദേഹം സമയം ഫിക്സ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് യാത്ര തിരിയുക. അതിനുശേഷം അവിടുന്ന് മുല്ലപ്പെരിയാറിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികളെല്ലാം ഏർപ്പാടാക്കി. ഞാൻ രാത്രി തന്നെ അന്ന് തേക്കടിയിൽ പോയി. അദ്ദേഹം രാവിലെ തന്നെ അവിടെ വന്നെത്തി. ഞങ്ങൾ ഒരുമിച്ച് പെരിയാർ കടന്ന് മുല്ലപ്പെരിയാറിൽ എത്തി. അവിടെ ബേബി ഡാം കണ്ട്, അതിനുശേഷം ഡാം കണ്ട്, സീപ്പേജ് എങ്ങനെ എന്നുള്ളത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് തിട്ടപ്പെടുത്തി എല്ലാം കൃത്യതയോടുകൂടി കണ്ടു. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ ഡാമിൻ്റെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ശക്തമായ മഴ. അദ്ദേഹത്തിൻ്റെ ഈ കുടയില്ല. പെട്ടെന്നൊരു കുട ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുതന്നു. ഞങ്ങൾ 2 ആളുകളും കൂടി ഒരേ കുടക്കീഴിൽ ആ ഡാം മുഴുവൻ നോക്കിക്കണ്ടത് എൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവമായി നിൽക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം പരിശോധിച്ചു, ഗവൺമെന്റ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് അദ്ദേഹം അതിൻ്റെതായ ഒരു കോംപ്ലിമെന്റ് തന്നതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രൂക്ഷമായ രൂപത്തിൽ ഗവൺമെന്റിനെ വിമർശിക്കുന്ന സന്ദർഭമാണ്. എന്നിട്ടും അവിടെ കണ്ട കാഴ്ചകളിൽ അദ്ദേഹം തൃപ്തി കാണിക്കുകയും പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്തു. അതാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ. മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരിലും അദ്ദേഹം വ്യത്യസ്തനാണ്. അദ്ദേഹത്തിന് ഒരു കാര്യം കൺവിൻസ്ഡ് ആണ് എന്ന് തോന്നിയാൽ അദ്ദേഹം ആ കാര്യവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് നമ്മൾ എത്രയോ അനുഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ കഴിയും. ശ്രീ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ മനുഷ്യസ്നേഹിയായ ഒരു കമ്മ്യൂണിസ്റ്റായി ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുകയാണ്. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുല്ലപ്പെരിയാർ ഡാമിൽ താങ്കളും വി എസ് അച്യുതാനന്ദനും ഒരു വലിയ മഴയിൽ ആരോ തന്ന കുടയുടെ ഒറ്റക്കുടക്കീഴിൽ ഒരുമിച്ച് നിന്നു എന്ന് പറയുന്നത് ഒരു ചിത്രം പോലെ ഈ നിമിഷങ്ങളിൽ മനസ്സിൽ കാണാൻ കഴിയുന്നു. അത് കക്ഷി രാഷ്ട്രീയ വൈരങ്ങൾക്കപ്പുറം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് തൻ്റെ കടമയെ കൃത്യമായി എങ്ങനെ നിറവേറ്റിയെന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കുന്നതായി താങ്കളുടെ ഇപ്പോഴത്തെ ഈ ഓർമ്മ പങ്കുവയ്ക്കൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവാണ് നമ്മോട് വി എസ് അച്യുതാനന്ദൻ്റെ വേർപാടിനെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചത്, സംസാരിച്ചത്, ഓർമ്മകൾ പങ്കുവച്ചത്. വി എസ് അച്യുതാനന്ദൻ്റെ